അമീൻ റജി ലൂക്കോസ്, ഇവിടെ അമീൻ ഹസൻ പറഞ്ഞ CPM ഇസ്ലാമോഫോബിയ പടർത്തുന്നു എന്ന നിലപാടിനോട് ഞാൻ വിയോജിക്കുകയാണ്. പക്ഷേ ഇവിടെ തരാതരം പോലെ രാഷ്ട്രീയ പ്രീണനം നടത്താൻ CPM നന്നായി അറിയാം. എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നങ്ങ് പറഞ്ഞു കളയും. ഒരു പ്രകോപനവുമില്ലാതെ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി നാട് ഭരിക്കാൻ പോകുന്നു എന്നങ്ങ് പറഞ്ഞു കളയും. അത് പക്ക വർഗീയ കോയിനേജാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആ പ്രീണനത്തിലൂടെ നേടുന്ന ലക്ഷ്യം നേടിയാലും ഇല്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത പ്രീണനം ഏതാണോ വേണ്ടത്, അത് ന്യൂനപക്ഷ പ്രീണനമാണെങ്കിൽ ആ പ്രീണനത്തിലേക്ക് പോകുന്നു. ആ പ്രീണനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന തരാതരം കളംമാറ്റലാണോ PJയുടെ വാക്കുകൾ കാണേണ്ടത്? റജി ലൂക്കോസ്. ആശ്മി, ഒന്ന് PJയുടെ വാക്കുകൾ എന്ന് പറയുന്നത് CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള വാക്കുകളാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയേണ്ട പാർട്ടിയാണ്. എനിക്ക് അതിനുള്ള റൈറ്റും ഇല്ല. പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള സമയം അനുവദിക്കണം. ഇത്ര സമയം സംസ്ഥാന സമിതി അംഗമാണ് സാർ. എങ്കിലും ആ ചർച്ച മുഴുവൻ ഞാൻ കേട്ടു. ജയരാജൻ സംസ്ഥാന സമിതി അംഗമാണ്. ഒരു സംസ്ഥാന സമിതി അംഗത്തിന് പുസ്തകം എഴുതാൻ പാർട്ടിയുടെ അനുവാദമില്ല പുസ്തകം എഴുതാൻ പറ്റുമോ? ഞാൻ കരുതുന്നില്ല. അല്ല, ഞാനിത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. വെറുതെ ഇടയ്ക്ക് കയറി സംസാരിച്ച് വെറുതെ സമയങ്ങളുടെ കാര്യമില്ല. ഞാൻ ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ ദീപിയുടെ ഭൂപ്രശ്നത്തെക്കുറിച്ച് തുടങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ദീപിയുടെ ഭൂപ്രസംഗത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഇസ്ലാമോഫോബിയോ ശരിയല്ല എന്ന് ദീപിയിൽ പറയുന്നുണ്ട്. എന്നാൽ CPMനെയും കോൺഗ്രസിനെയും ആദ്യം നിശ്ചിതമായിട്ട് ദീപിയിൽ വിമർശിക്കുന്നുണ്ട്. ദീപിയ മത തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടും ആ ഭൂപ്രസംഗത്തിൽ എടുത്തിട്ടുണ്ട്. ഞാനത് മുഴുവൻ വായിച്ചതാണ്. പൊതുവെ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു മുഖപത്രമായിട്ട് തന്നെയാണ് ദീപിയെ കണക്കാക്കേണ്ടത്. പൊതുവെ കത്തോലിക്ക സമൂഹം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. കാരണം ഞാൻ അതിനകത്ത് ജനിച്ചു വളർന്ന് അവിടുത്തെ മതപാഠശാലകളിലൊക്കെ വളർന്നു വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ പുരോഗമന ആശയക്കാരാണെങ്കിലും എൻ്റെ ബാല്യം അതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മത തീവ്രവാദമോ അന്യമതസ്ഥരെ നിന്ദിക്കുന്ന ഒരു പാഠഭാഗമോ ഒരു കോച്ചിങ്ങോ ഈ പറയുന്ന മത പാഠശാലകളിൽ കത്തോലിക്കരുടെ ഇന്നുവരെ ഉണ്ടാകാനായിട്ടുള്ള ആ സമൂഹം സമ്മതിക്കത്തില്ല. അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള സമൂഹമാണ്. അപ്പോൾ ദീപികയുടെ വിമർശനത്തെ നമ്മൾ രണ്ട് രീതിയിൽ കാണണം. പക്ഷേ ദീപിക കഠിനമായിട്ട് കോൺഗ്രസിനെയും CPMനെയും വിമർശിക്കുന്നുണ്ട്. അവർ അറിഞ്ഞോ അറിയാതെയോ BJPയെ RSSനെ തലോടുന്നുണ്ട്. അത് ഞാൻ തുറന്നങ്ങ് പറയാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തു എന്ന് പറയുന്നത് ISISനെ കുറിച്ച് തന്നെ ഞാൻ ഒരു വാചകത്തിൽ ചുരുക്കാം. 2013 ഇറാഖിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചപ്പോഴാണ് അൽ ബാഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഈ ISIS എന്ന് പറയുന്ന ഭീകര സംഘടന രൂപം കൊള്ളുന്നത്. അതിനകത്ത് മുസ്ലിംസ് മാത്രമല്ല, ബഹുഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടാണെങ്കിലും അതിനകത്ത് ജാപ്പനീസ് ഉണ്ട്, ഇന്തോനേഷ്യക്കാരുണ്ട്, അതുപോലെ തന്നെ സിംഗപ്പൂർ പൗരനുണ്ട്. ജിഹാദി ജോൺ ആരാ? ജിഹാദി ജോൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പൗരനാണ്, ഒരു ക്രിസ്ത്യനാണ് അയാൾ. അമേരിക്കയിൽ നിന്ന് 4 സ്ത്രീകൾ അവിടെ പോയിട്ടുണ്ട്. അതിൽ ഒരു പെൺകുട്ടി തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ജയിലിലാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ് IS തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പാർലമെന്റ് വെച്ചിട്ടുണ്ട്. 19 പേര് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളൂ. അതിൽ 6 പേര് UP എന്നാണ്. കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന കാസർഗോഡ് നിന്നൊരു ഭർത്താവും ഭാര്യയും ഒരു കുട്ടിയും അത് സിറിയയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ പോയിരിക്കുന്ന 2 സ്ത്രീകൾ ഇപ്പോൾ ജയിലിലാണ്. ഭർത്താക്കന്മാർ മരിച്ചുപോയി. അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട്മെന്റ് ഭയങ്കരമായിട്ടും ISലേക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കബീർ പറഞ്ഞത് ഇസ്ലാമോഫോബിയ മുസ്ലിം CPMനുണ്ടെന്നുള്ളത്. ആ ചോദ്യത്തിന് മറ്റൊരു തരത്തിലുള്ള ചോദ്യം എന്നോട് ആശ്മീൻ ചെയ്തു. പച്ച നുണ. കേരളത്തിൽ ഏത് വർഷത്തിൽപ്പെട്ടായാലും മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒറ്റ പാർട്ടി കേരളത്തിലുള്ള CPMാണ്. CPMനെ കുറിച്ച് കാലങ്ങളായിട്ട് രാഷ്ട്രീയപരമായ രീതിയിൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് പലരും തരം പോലെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോലിബി സഖിയൊക്കെ ഇവിടെ നാട്ടിൽ വന്ന് നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഞാൻ അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി മാരക വിപത്താണ് എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ആ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്. സാറേ, ജമാഅത്ത് ഇസ്ലാമിയോട് CPM കൈകോർത്ത നാളുകളെ കുറിച്ച് അത്ര പെട്ടെന്ന് അമ്നീഷയാണോ മറന്നു പോകാൻ? അല്ല, അമീറിനെ ഈ പിണറായി വിജയൻ കണ്ട കൂടിക്കാഴ്ച മറന്നു പോകാൻ CPMന് അത്ര അമ്നീഷയാണോ? ദേശാഭിമാനി മുഖപ്രസംഗം എഴുതികാര്യം മറന്നു പോകാൻ CPMന് അമ്നീഷയാണോ? അവരുടെ വോട്ട് വാങ്ങിയത്, പിന്തുണ വാങ്ങിയത് മറന്നു പോകാൻ അത്ര അമ്നീഷയാണോ? അതാ പറഞ്ഞതന്നെ. ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പഞ്ചസാര പാലുമുട്ടായി നല്ലവർ, ജമാഅത്തെ ഇസ്ലാമി എതിർത്ത് UDFന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അവർ മഹാപരാധികൾ, ഭീകരവാദികൾ, വൃത്തികെട്ടവന്മാർ. ഇതിനാണ് സർ തരാതരം ഉപയോഗിക്കൽ, പ്രീണനം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലത് ആശ്മി മനഃപൂർവ്വം ആരെയും വെള്ളപൂശാനും ശ്രമിക്കണ്ട. ഞാനൊന്ന് കാര്യം പറഞ്ഞ് പൂർത്തീകരിച്ചിട്ട് ഞാൻ ഈ ചർച്ച ചെയ്ത് പോകത്തുള്ളൂ. ഞാൻ പറയാം, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മാധ്യമത്തിന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഞാൻ നേർക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ആരെ വെള്ളപൂശെന്നാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി CPMന്റെ പൂർവ്വകാല ബാന്ധവങ്ങൾ മറന്ന് അമ്നീഷ ബാധിച്ച് ജമാഅത്തെ ഇസ്ലാമി മഹാവൃത്തികെട്ട പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ അതിന്റെ പൂർവ്വകാലത്തിൽ CPMുമായി കൈകോർത്ത ബാന്ധവങ്ങൾ മറക്കാൻ പാടുണ്ടോ CPM? അതിനെ കാപട്യമെന്നല്ലേ പറയേണ്ടത്? റജി ലൂക്കോസ് വെള്ളപൂശുന്നു. ആരെ? എന്റെ ആശ്മി, കഴിഞ്ഞ ലോകസഭ
നിൽക്കൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ച് അതിനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടിയാൽ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങൾക്ക് SDP വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. അദ്ദേഹം പറഞ്ഞ് വേറൊരു വാക്കുണ്ട്, നിങ്ങൾ ഒരു വിദ്വേഷം ഒരു സംഘടനയുള്ള അല്ല അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് തരാൻ തീരുമാനിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അന്ന് അവരുടെ നടപടി മഹത്തായ നടപടിയാണെന്ന് ദേശാമാന്യ അടക്കം എഴുതിയിട്ടുണ്ട്. റജി ലൂക്കോസ്, ഇതൊക്കെ രേഖാപരമല്ലേ? ഒരു അമീറിനെ പിണറായി വിജയൻ കൂടിക്കാഴ്ച ദൃശ്യപരമല്ലേ? എന്നെ ഒന്ന് അല്ല ആഷ്മി, എന്തിനാ എന്നെ തടയുന്നേ? P. ജയരാജന്റെ എഴുതിയ ബുക്കിനെ കുറിച്ചുള്ള ചർച്ച. ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു നിങ്ങൾ പൂർത്തീകരിക്കട്ടെ. അതിനൊരു സമയം എനിക്ക് തരൂ. P. ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ് ഇതൊന്നുമല്ല, മുസ്ലിം പൊളിറ്റീഷ്യന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിനകത്തുള്ള ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. മുസ്ലിം രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ അഴിമതി നടത്തുന്നു, അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക പൊളിറ്റിക്സിനോടും അദ്ദേഹത്തിന് ദേശീയ വ്യാപകമായിട്ട് അദ്ദേഹം പറഞ്ഞു തെറ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട RV ബാബു ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു, പിന്നെ മറ്റു പലരും പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ത്യയിലെ വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭീകരവാദം എന്നുള്ള വാക്ക് നിങ്ങൾ ചാർത്തുന്നില്ലെങ്കിലും ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദികൾ കൊല ചെയ്ത ചരിത്രങ്ങളെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ ഗ്രഹാം ഷൈംസിനെ കൊന്നുതള്ളി തരാം, അദ്ദേഹത്തിന്റെ മക്കളെയും ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്നത് ആ ഒറീസയിൽ കൊന്നുതള്ളി തരാ. തീവ്ര ഹിന്ദുത്വവാദികളാ. അന്ന് ആ പ്രതികളെ ജയിൽ മോചിതരാക്കണമെന്നും പറഞ്ഞു, വെറുതെ വിടണമെന്നും പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം നടത്തിയ ആൾ ഇന്ന് ഒറീസയുടെ മുഖ്യമന്ത്രിയാ. എന്താണ് മണിപ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നത്? മെയ്തി എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരം അല്ലെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഗോത്രവർഗ്ഗക്കാര്, പിന്നെ കുക്കികൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആരാധനാലയങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞ് 200 പേരെ അധികം പേരെ കൊന്നു തള്ളിയത് ഏത് തീവ്രവാദത്തിന്റെ ബേസിൽ നിങ്ങൾ കൊടുക്കും? അത് വർഗീയതയല്ലേ? അത് തീവ്രവാദമല്ലേ? സ്റ്റാൻ സാമി എന്ന് പറയുന്ന 86-കാരൻ പിന്നെ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്ക് ഏജന്റാണെന്ന് പറഞ്ഞിട്ട് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യരെ ജയിലിലിട്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൂരമായ രീതിയിലുള്ള മരണത്തിന് വിട്ടുകൊടുത്ത ആരാ? നിങ്ങൾ മറുപടി പറയൂ. അപ്പൊ ആരും അങ്ങനെ സ്വയം വെള്ളവീശൊന്നും വേണ്ട. ഏത് തീവ്രവാദം എതിർക്കേണ്ടത് തന്നെ, ഒരു തർക്കമില്ല കാര്യത്തിൽ. ലോകത്തിലുള്ള മുഴുവൻ തീവ്രവാദികളെ എതിർക്കേണ്ട ഒരു സംശയമില്ല. ഇന്നിപ്പോ എന്താ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കോൺസിക്വൻസ് ഇന്ന് ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നാളെ ആഷ്മിക്കും രജിക്കും ബാബു ചേട്ടനും അതുപോലെ തന്നെ ഷൈജു ആന്റണിയൊന്നും സുരക്ഷിതമില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നു. ഇന്നലെ നടന്ന സംഭവം എന്താ? ലോകത്തിന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു സയന്റിഫിക് അസസ്മെന്റിനും. ഇന്നലെ നടന്ന വ്യാപകമായിട്ടുള്ള പേജർ സ്ഫോടനത്തെക്കുറിച്ച് എങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നാളെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് പോലും ഇങ്ങനെ ആകാം. ലോകം അരക്ഷിതാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നതിന്റെ ബേസ് എന്താ? തീവ്രവാദത്തിന്റെ കോൺസിക്വൻസ് ആണ്, തീവ്രവാദത്തിന്റെ ശിശുക്കൾ തന്നെ അത്. നിങ്ങൾ എന്തുകൊണ്ട് അതിലേക്കൊന്നും ഈ ചർച്ച കൊണ്ടുപോകുന്നില്ല? കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വിദേശത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ പിന്നെ ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, CNN, അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് മലയാള മാധ്യമങ്ങൾ അത്തരം തീവ്രവാദ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഇത്തരം സ്ഫോടനങ്ങളും എന്തിന്റെ ഫലമായിട്ടത് ഉണ്ടായത്? അത് ആഷ്മി ആലോചിച്ചേ. മധ്യേഷ്യ മുഴുവനും ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ്. നാം ആലോചിച്ചിട്ടുണ്ടോ? സ്റ്റാർ വാറിനെ കുറിച്ച് പോലെ സിനിമ വന്നിട്ടുണ്ടോ ഈ ലോകത്ത്? ഇങ്ങനെ ഒരു ആക്രമണ പദ്ധതികളെ കുറിച്ച് നമ്മൾ ആരും സങ്കല്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് തർക്കങ്ങൾ നടക്കുക. ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളതും. പേജർ എന്ന് പറയുന്ന 90-കളിൽ അപ്രത്യക്ഷമായ ഒരു ഡിവൈസ് വെച്ച് ഒരു സമൂഹത്തിലെ ഏതാണ്ട് 10-30ഓളം പേരെ കൊന്നുകളിഞ്ഞു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് 30 മുകളിൽ പോകുന്ന പറയുന്നത് 4000ഓളം പേരെ കൊല്ലാതെ കൊന്ന് അതിൽ 400 പേര് അതിഭീകരമായിട്ടുള്ള പിന്നെ പരിക്കേറ്റിരിക്കുന്നു. ഇറാന്റെ അംബാസഡർ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു. ഇത്തരം തീവ്രവാദ പ്രവർത്തനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അസ്തമിക്കാതെ ഈ ലോകം നന്നാകത്തില്ല. നമ്മൾ CPM-ന് ശത്രുത വെച്ചോണ്ട് ഇതാണ്. ലോകം കേൾക്കണം. നമ്മളിങ്ങനെ ഒരു ചർവിത ചരണം പോലെ ഒരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ കാര്യം കൂടെ എനിക്ക് 1 മിനിറ്റ് കൂടെ തന്നേ പറ്റൂ. ഇത്ര നേരം എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കേരളത്തിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ RV ബാബുവിനോട് ഞാൻ യോജിക്കും. ഞങ്ങൾ വൈരുദ്ധ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ്. തീവ്രവാദികൾ എവിടെയാണെങ്കിലും അത് എന്താ പറയാ, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ദീപികയുടെ പ്രസംഗത്തെ ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ദീപികയുടെ കൃത്യമായിട്ടുള്ള അവരുടെ ഭീഷണികൾ ചരിത്രപരമായിട്ട് അതാണ്. പക്ഷേ ദീപികയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു ചെറിയ അബദ്ധം ഞാൻ പറയാം. RSSന് വെള്ളപൂശാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിനാണ് മണിപ്പൂർ വിഷയം എടുത്തത്. ഒറ്റ വാചകം കൊണ്ട് നിർത്തുവാണ്. റാണി മരിയ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം വിശുദ്ധ പദവിയിലെത്തിയിരിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്.
ഉത്തരേന്ത്യയിൽ വെച്ച് ഒരു കഠിന കൃതനായ ഒരു തീവ്രവാദി, മത തീവ്രവാദി, അയാൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ അവരെ പെരുവഴിയിലിട്ട് പാവങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിച്ച നടന്ന ആ പാവം കന്യാസ്ത്രീയെ കൊന്നു തള്ളി. ഇപ്പൊ അയാൾ ജയിൽവാസത്തിന് ശേഷം അയാൾ ഇപ്പൊ കൺഫസ് ചെയ്ത് അവരുടെ ആരാധികയായി മാറി. അങ്ങനെയുള്ള ചരിത്രമുള്ള ഹിന്ദുത്വ തീവ്രവാദികളെ വെള്ളം പൂശിക്കൊണ്ട് ഒരു വിഭാഗത്തിനെ മാത്രം ഇങ്ങനെ തീവ്രവാദികൾ എന്ന് പറയുന്നുണ്ടെന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. തീവ്രവാദത്തെ അടിമൂടി മാറ്റിയേ പറ്റത്തുള്ളൂ.